വടകര കുറ്റ്യാടി ഭാഗങ്ങളിലൊക്കെ നോമ്പിനുണ്ടാക്കുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു പുഴുക്കും അതുപോലെ തന്നെ ജീരകക്കഞ്ഞി അതായത് ജീരകക്കഞ്ഞിയുമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. കഞ്ഞി ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് അരക്കപ്പ് തേങ്ങ, 1.5 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ചെറിയുള്ളി, കറിവേപ്പില. ഇത് ചേർത്തിട്ട് നന്നായിട്ട് അരക്കുക. അതിന് മുന്നേ തന്നെ നമ്മൾ പൊടിയരി അല്ലെങ്കിൽ പച്ചരി കുറച്ച് ഒരു 1/8 കപ്പൊക്കെയാണ് നമ്മൾ പുതിർത്തിയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാവുക. അത് നന്നായിട്ടൊന്ന് പുതിർത്തി വെക്കണം. എന്നിട്ട് നന്നായിട്ട് അരഞ്ഞ ആ തേങ്ങയിലേക്ക് ആ അരി കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ അങ്ങോട്ട് അരയ്ക്കുക. എന്നിട്ടൊരു കുടുക്ക എടുത്തിട്ട് അത് നമ്മൾ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇതിനെ ഒന്നങ്ങോട്ട് തിളപ്പിക്കുക. തിളപ്പിക്കുമ്പോൾ തന്നെ അതൊന്നോട്ട് വെന്ത് കിട്ടും. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പ് ഇപ്പോൾ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ കുടിക്കുമ്പോൾ ചേർക്കാം. അങ്ങനെ ചേർത്തിട്ട് നമ്മളതവിടെ മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് പുഴുക്കാണ്. പുഴുക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് പച്ചക്കായയാണ്. പച്ചക്കായ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ പുഴുക്ക് ഉണ്ടാക്കുക. 1 കിലോ പച്ചക്കായയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തോലൊന്നും കളയണ്ട, ജസ്റ്റ് അതിൻ്റെ ഒരു കോർണറിലുള്ള ഭാഗങ്ങൾ മാത്രം അങ്ങോട്ട് മാറ്റിയിട്ട് ഇതിനെ 4 കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ നൈസായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് അതിനെ കഴുകിയെടുക്കുക. ഇത് ആ ഒരു ഏരിയകളിലൊക്കെ നോമ്പിന് എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു പുഴുക്കാണ്. ഇത് ഒന്നുകിൽ അത്താഴത്തിന് കഴിക്കും, അല്ലെങ്കിൽ തറാവീഹ് എന്ന് പറയുന്ന ഒരു നീണ്ടൊരു നമസ്കാരമുണ്ട് നമ്മൾ നോമ്പിന്. അപ്പോൾ ആ നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇത് ജീരകക്കഞ്ഞിയും ഇതും കൂടെ ആയിട്ട് കഴിക്കും. പുഴുക്കിലേക്ക് ആവശ്യമുള്ളത് അരക്കപ്പിനേക്കാളും കുറച്ചും കൂടെ കുറവ് തേങ്ങ, അതായത് 1/3 കപ്പ് തേങ്ങയും അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 2 ചെറിയുള്ളിയും കൂടെ അരച്ചിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. ഇതിലേക്ക് പെരിഞ്ജീരകമാണ് ഇടുന്നത്. ജീരകക്കഞ്ഞിയിൽ മറ്റേ ചെറിയ ജീരകമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ പച്ചക്കായയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്തിട്ടായിരുന്നു അത് വേവിച്ചിട്ടുള്ളത്. അത് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു കുടുക്കയിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് ഉടച്ചെടുക്കണം. ഉടക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഉടക്കണ്ട, നമ്മൾക്ക് ആ പീസസ് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം. അങ്ങനത്തെ രീതിയിലാക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആ തേങ്ങയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുമൊന്നും വേണ്ട, കുറച്ചൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് അവസാനം നമ്മുടെ കറിവേപ്പിലയും ചേർക്കുക. നമ്മുടെ ജീരകക്കഞ്ഞി റെഡിയാണ്. പുഴുക്കും ഇവിടെ റെഡിയാണ്. നാരങ്ങ അച്ചാറും ജീരകക്കഞ്ഞിയും ഈ പുഴുക്കും കൂടെ കഴിക്കാൻ നല്ല രസമാണ്, നല്ല രുചിയുള്ള സാധനമാണ്. ഡിസ്ക്രിപ്ഷനിൽ ഇൻഗ്രീഡിയൻസ് കൊടുക്കുന്നുണ്ട്.